എന്ത് ചന്തുള്ള ആൾക്കാരാ. നിങ്ങളെങ്ങനെ ഇത്രയും പെട്ടെന്ന് മരിച്ചുപോയേ? ഈ തമ്പുരാട്ടി കാണാൻ എന്തൊരു ചന്ത. സിനിമാ നടിമാര് പോലും തോറ്റു പോവല്ലോ. എന്നാൽ ഇത് വല്ലാത്തൊരു ഇരിപ്പാട്ടോ. എനിക്കെന്താ, അടിച്ചു വാരാൻ വന്നവൾ അടിച്ചു വാരിയാ മതിയല്ലോ. നീ ഏതാ? ചോദിച്ചത് കേട്ടില്ലേ? നീ ഏതാണെന്ന്. ഞാനിവിടെ പണിക്ക് വന്നതാ. നോക്കിയും കണ്ടൊക്കെ പണിയെടുക്ക്. ഇവിടെ കിടക്കുന്ന മേശയും കസേരയൊക്കെ പഴയ സാധനങ്ങളാ. ഉറപ്പ് നോക്കാതെ അതിന്റെ മേലേക്ക് കയറരുത്, കേട്ടല്ലോ? ഭഗവാനെ, അയാൾ തിരിച്ചറിഞ്ഞില്ല. ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് അയാൾ എന്റെ മുന്നിൽ വന്ന് ചാടുന്നേ? ദൈവമേ, ഇയാൾ ഇവിടുത്തെ ആരാ? തമ്പുരാനായിരിക്കോ? ഏയ്, തമ്പുരന്മാരുടെ കൂട്ടത്തില് ഇത്രയും തല്ലിപ്പൊളികൾ കാണില്ല. അതെ, തിരുമേനി വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. കളം വരയ്ക്കാനുള്ള ആൾ എവിടെന്നാ വരുന്നേ? അങ്ങ് കുട്ടനാട്ടിന്നാ. കുട്ടനാട്ടിന്നോ? കുട്ടനാട്ടിന്ന് അവിടെന്ന് അങ്ങനെ ആരും കേട്ടിട്ടില്ലല്ലോ. ആളെ കിട്ടാൻ ഒരുപാട് അന്വേഷിച്ചു. 1-2 ആളുകൾ തയ്യാറാവുകയും ചെയ്താ. പക്ഷെ കളരിക്കലേക്കാന്നറിഞ്ഞപ്പോ അവരെല്ലാം പിന്മാറി. പറഞ്ഞിട്ട് കാര്യമില്ല. ചടങ്ങിന് വേണ്ടി മാത്രം നടത്താറുള്ള സർപ്പക്കടങ്ങളുടെ കൂട്ടത്തില് കളരിക്കലേക്ക് ആവുപെടില്ല. ഇവിടുന്നൊരു ശാപം വീണാലേ ഈ ജന്മം മുഴുവൻ മോചനമില്ല. പേടിയുണ്ടാവും. തിരുമേനി, ആ കുട്ടിയാ കളം വരയ്ക്കാൻ വന്നത്. ശിവ ശിവ, എന്താ ഈ പറയണേ? ഈ പെൺകുട്ടിയോ? കളമെഴുത്തിൽ അഗ്രഗണ്യരായ ആളുകൾക്ക് പോലും പിഴച്ചു പോയിട്ടുണ്ട്. നമുക്ക് വിശ്വാസമില്ല. ആള് മിടിക്കുക. ആ മിടുക്ക് നാഗങ്ങളോട് നടക്കില്ല. കളമെഴുത്തിൽ പിഴവെന്തെങ്കിലും പറ്റിയാലേ വരച്ചു തീരും മുൻപേ സർപ്പദംശനം ഏൽക്കുന്ന ഈ സർപ്പക്കാവിന്റെ ചരിത്രം. തിരുമേനി പേടിക്കൊന്നും വേണ്ട, എനിക്കൊരു പിഴവും പറ്റില്ല. ഞാനിത് ചെയ്തിട്ടുള്ളതാ. അല്ല കുട്ടി, അങ്ങൊന്ന് ഭയക്കാതിരിക്കൂ. ആചാരങ്ങളും മുറകളും തെറ്റിക്കാതെ ഞാനത് ചെയ്തോളാം. എന്താ കുട്ടിയുടെ പേര്? കൃഷ്ണ. ശരി, ബാക്കി ഒരുക്കങ്ങൾ നടക്കട്ടെ. ശരി തിരുമേനി. അവരെ കാണുന്നില്ലല്ലോ നന്ദ. വഴി തെറ്റിയിട്ടുണ്ടാവോ? കൃത്യമായ അഡ്രസ്സും ലൊക്കേഷനൊക്കെ ഞാൻ അയച്ചു കൊടുത്തത്. കാത്തു നിന്നോ, അവര് വരില്ല. വഴിതെറ്റി നടക്കുന്ന ഒരുത്തനെ തേടി സിത്താര മകളെയും കൊണ്ട് ഈ തറവാടിന്റെ ഉമ്മറത്തേക്ക് വരില്ല.